ഹായ് മക്കളി, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനിത മിസ് ആണ്. നമ്മുടെ എക്സാം ആണല്ലേ ഇനി അടുത്തതായിട്ട് വരുന്നത്. ആ ഒരു അവസരത്തിൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അതായത് നമ്മുടെ വെൻ കറണ്ട് ഫ്ലോസ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നടന്നാൽ, അപ്പൊ ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതാ ഒരു സർക്യൂട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആ സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു ബൾബ് ഉണ്ട്, അത് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഒരു സെല്ല് മക്കൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്വിച്ച് ആണ്. അതുപോലെ തന്നെ ഒരു ഫ്യൂസ് വയർ മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: ഇൻ ദി എബവ് സർക്യൂട്ട് വെൻ 4 cells are used instead of 1 cell, this fuse wire will be melted. What could be the reason for this? അതായത് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു സെല്ലിന് പകരം 4 സെല്ലുകൾ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് മെൽട്ടായി. കാരണം എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മക്കളെ ഇത് മെൽട്ട് ആവാൻ കാരണം? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആകെ ഒരു സെല്ലാണ്. ഈ ഒരു സെല്ലിന് പകരം 4 സെല്ലുകൾ നമ്മൾ യൂസ് ചെയ്തപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്ന സമയം അത് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനും അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കമ്പോണന്റിന്റെയും ഡാമേജിന് കാരണമാകും. അപ്പൊ അതുവേണ്ടി അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിനെയും അവിടുത്തെ കമ്പോണൻസിനെയും ഒക്കെ സെറ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് മെൽറ്റ് ആയി പോകും. കാരണം ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ വളരെ തിൻ വയറാണ്. വളരെ ഒരു എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഫ്യൂസ് വയർ ഇറ്റ് വിൽ ബി മെൽറ്റഡ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ഹിയർ ദ ഫ്യൂസ് വയർ ഗെറ്റ് ബേൺ ഓഫ് ത്രോയിങ് ദ സർക്യൂട്ട് ഓപ്പൺ. ദ ഫ്യൂസ് വയർ ഗെറ്റ് ഹീറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് നമ്മുടെ ഫ്യൂസ് വയറിൽ കൂടെ എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് മെൽറ്റ് ആവുന്നു, അത് ബ്രേക്ക് ആവുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റുന്നു. യെസ്, അതാണ് ആദ്യത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം: ഫ്യൂസ് വയറുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഫ്യൂസ് വയർ ഇൻ ദി സർക്യൂട്ട്? എന്തിനാണ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഫ്യൂസ് വയർ നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്യൂട്ടിനെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കമ്പോണൻസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂസ് വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്യൂസ് വയറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇതുപോലെ തന്നെ ഒരു സർക്യൂട്ട് ഇതാ കാണിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് സർക്യൂട്ട് ഇസ് ദിസ്? ഇത് എങ്ങനെയുള്ള സർക്യൂട്ടാണ്? ഓക്കെ, പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയം നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് വർക്കിംഗ് ആണോ അല്ലയോ എന്നായിരിക്കും. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബൾബ് എന്ന് പറഞ്ഞാൽ ഗ്ലോയിങ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ബൾബ് ഗ്ലോയിങ് ആണ്, അതിന്റെ അർത്ഥം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് എന്ന്. പക്ഷേ ബാക്കി കമ്പോണൻസിനെയും കൂടി നോക്കിയാൽ ഇവിടെ ഇതാ ഫ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതാ സ്വിച്ച് ഉണ്ട്, ഇവിടെ ഇതാ ബാറ്ററി ഉണ്ട്. അതിൽ തന്നെ സ്വിച്ച് നോക്കിയാൽ മക്കൾ നോക്കിക്കേ, നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്? സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഓഫ് കണ്ടീഷനിലാണ്. സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ ഒരിക്കലും എന്താണെടാ ബൾബ് ഗ്ലോ ചെയ്യില്ല. അതിന്റെ അർത്ഥം ഇത് എന്ത് സർക്യൂട്ടാണ്? ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് സി സംതിങ് റോങ് വിത്ത് ദ പിക്ചർ. വൈ? ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ? എന്തുകൊണ്ട്? കാണുന്നുണ്ടല്ലേ? ചിത്രത്തിലുള്ള തെറ്റുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്താണ്? നമ്മുടെ ഈ ഒരു സർക്യൂട്ട് സ്വിച്ച് ഓഫ് ആണെങ്കിലും നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ഓപ്പൺ സർക്യൂട്ടിൽ ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. ആ ഒരു തെറ്റുകൾ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം: മാർക്ക് എ ബി സി ഡി ഇ. എയും ബിയും സിയും ഡിയും ഇയും ഒന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വിച്ച് ആണ്, അത് ഓഫ് കണ്ടീഷനിലാണ് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ലേബൽ ചെയ്യണം. ബി എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ്, സെല്ലല്ല എന്ന് നിങ്ങൾ ഓർക്കുക. സി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് വയർ അല്ലെങ്കിൽ ചാലക കമ്പിയാണ്. ഡി എന്ന് പറഞ്ഞാൽ ബൾബ് ഗ്ലോയിങ് ആണ് എന്ന് നിങ്ങൾ പ്രത്യേകം എഴുതണം. ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫ്യൂസ് വയർ ആണ്. ഇനി അടുത്ത ചോദ്യം: കുട്ടികൾ നിർമ്മിച്ച വൈദ്യുത കാന്തങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ്ട് കുറച്ച് വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമ്മളോടൊന്ന് ശ്രദ്ധിച്ചു നോക്കാനാണ് പറയുന്നത്. എ ബി സി ഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെ സെല്ലുണ്ട്. ഇവിടെ ഇതാ സെല്ലിന്റെ എണ്ണം 3 ആണ്. ഇവിടെ 2 സെല്ല് യൂസ് ചെയ്യുന്നു, ഇവിടെയും 3 സെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയിലിനെയാണ് നമ്മൾ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇതാ ആ ഒരു നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ, ആ കോയിലിന്റെ ചുറ്റുകളുടെ എണ്ണം ഈ 4 ഫിഗറിലും എന്താണ്? വ്യത്യാസമാണ് അല്ലെ. ഇനി നമ്മുടെ ചോദ്യം നോക്കാം.
ഇതിൽ ഏത് സംവിധാനത്തിനാണ് ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തിയുള്ളത്? ഇതിനായിരിക്കും. നമുക്കറിയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലുകളുടെ എണ്ണം കൂട്ടുക. രണ്ടാമത്തെ കാര്യം ആ സെല്ലുകൾ അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ നിന്നും വരുന്ന കറണ്ട് പ്രവഹിക്കുന്ന ആ ഒരു ചുറ്റുകളില്ലേ, ആ നമ്പർ ഓഫ് ടേൺസിന്റെ അത് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ സെല്ലുകളുടെ എണ്ണം കൂടുതലുള്ളത് പിക്ചർ ബിയും അതുപോലെ തന്നെ പിക്ചർ ഡിയും ആണ്. അപ്പൊ അത് നമ്മൾ ഈക്വൽ ആയിട്ട് നോക്കി. ഇനി അടുത്തത് നമ്പർ ഓഫ് ടേൺസ്, ആ ഒരു ചുറ്റുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചുറ്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്? യെസ്, ബിക്കാണ് ചുറ്റുകളുടെ എണ്ണം നമ്മുടെ ഡിയിനേക്കാളും കൂടുതൽ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെടാ? ഇതിന്റെ ആൻസർ നമ്മുടെ പിക്ചർ ബി ആണ്. ഓക്കെ, അപ്പൊ ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി ഒരു കുട്ടി തയ്യാറാക്കിയ വൈദ്യുത കാന്തത്തിന് കാന്തിക ശക്തി തീരെ ലഭിച്ചില്ല. കാരണം എന്തായിരിക്കും? ഒന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രോപ്പറായിട്ട് കറണ്ട് പോകുന്നില്ല, സെല്ല് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തായിരിക്കും? ചിലപ്പോൾ ആ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ആ വൈദ്യുതിയുടെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിന് കുറച്ച് ഡിവൈസസിന് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ വൈദ്യുത ഫാന്, ഇലക്ട്രിക് ബൾബ്, വൈദ്യുത മോട്ടർ, ഇത് മക്കൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. എല്ലാവരും ഈസി ആയിട്ട് എക്സാം എഴുതി വരിക. നെക്സ്റ്റ് ഡേ കാണുന്നവരെ ബൈ.